ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പാർത്ഥൻ വി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 6:30 തന്നെ നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഈ കാണുന്ന എൻ്റെ കോളേജിൻ്റെ ഓഫീസ് കെട്ടിടം. ഇവിടെ ഒരു ബുദ്ധനുണ്ട്. ബുദ്ധനെ കണ്ടോ? ബുദ്ധൻ ശരണം ഗജാമി. മര്യാദയ്ക്ക് കിടന്നുറങ്ങേണ്ട ഞാൻ വെളുപ്പാങ്കാലം എഴുന്നേറ്റ് കോളേജ് വന്നപ്പോൾ ഇവിടെ ഒരുത്തിന് വന്നിട്ടില്ല. ആകപ്പാടെ ഒരു 5-6 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് കണ്ടോ ഗായ്സ്? ഇത് നമുക്കിന്ന് കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളാണ്. എന്തൊക്കെയോ തൈയും കയറും എല്ലാം ഉണ്ട് സംഭവം. ഇന്ന് നമ്മൾ പോകുന്നത് കുളത്തൂർ ഉച്ചക്കട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ പോയിട്ട് എന്തൊക്കെയോ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ ഗൈസ്? പാവം ഷഹദാദ് എന്തോ സ്പീക്കറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരിക്കും ഒരു പണിയും ചെയ്യാതെ ഒരു മൂലയിൽ നിന്ന് വ്ളോഗും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അങ്ങനെ സാധന ജംഗമ വസ്തുക്കളുമായിട്ട് ഫസ്റ്റ് ട്രിപ്പുകാർ പോവുകയാണ്. നമുക്ക് പോവേണ്ടത് സെക്കൻഡ് ട്രിപ്പാണ്. രാവിലെ മര്യാദയ്ക്ക് 8 മണിയിൽ കിടന്നുറങ്ങിയിട്ട് പയ്യെ വന്നാൽ മതിയായിരുന്നു. വെറുതെ രാവിലെ വന്ന് പോട്ടെ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പുകാർ പോവുകയാണ്. നമുക്ക് പോവേണ്ടത് സെക്കൻഡ് ട്രിപ്പാണ്. ഇപ്പം നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ കൊണ്ടുവന്നത് അപ്പമാണ്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് വാങ്ങിച്ചതാണ്. അപ്പം എന്തായാലും നമുക്ക് അപ്പം കഴിക്കാം. നല്ല ടേസ്റ്റുള്ള അപ്പമായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത്, പെട്ടെന്ന് വരണം, ഇപ്പോൾ വണ്ടി എടുക്കുമെന്ന്. യുവമാർ ഫുഡ് കഴിക്കാനും സമ്മതിക്കില്ല. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് വിട്ടാലോ ഗായ്സ്? അപ്പം നമ്മൾ പോവുകയാണ് നമ്മുടെ കോളേജ് ബസ്സിൽ. നമ്മൾ പോകുന്നത് കുളത്തൂർ ഉച്ചക്കട. ഇവിടെ കണ്ടോ, പാവം സ്നേഹിത പാത്രങ്ങളൊക്കെ എണ്ണിയെടുക്കുവാണ്. ഇന്ന് ഉച്ചയ്ക്ക് എന്തോ ഹെവി ഫുഡ് ഉണ്ടെന്ന് തോന്നുന്നു. കാത്തിരുന്ന് കാണുക ഗായ്സ്. അപ്പം നമ്മളിത് ഒരു തോട്ടുംകരയിൽ എത്തിയിട്ടുണ്ട്. ഈ തോട്ടുംകരയിൽ എവിടെയാണ് നമ്മുടെ സ്ഥലം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഗായ്സ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം ഇവിടെ വെച്ചിട്ടാണ്, ഈ കാണുന്ന NSS ഹോളിൽ വെച്ചിട്ടാണ് നമുക്കിന്ന് കർഷകരുമായിട്ട് സംബന്ധിക്കാനുള്ളത്. നമുക്കിനി അകത്തോട്ട് കയറാം ഗൈസ്. അച്ചോ പാവം ശരണ്യ വീഴാൻ പോയി ഗൈസ്. സാരമില്ല, പോട്ടെ. ഞാനും പ്രേക്ഷകർ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല. എല്ലാവരും ഭയങ്കര പണിയാണ് ഗൈസ്. ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ എവിടെയെങ്കിലും ഒരറ്റത്ത് നിന്ന് കണ്ടറാക്കി വിടാം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഗായ്സ്. ഇന്ന് ഞാൻ റിഫ്രഷ്മെൻറ്റ് കമ്മിറ്റിയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് പൈപ്പിൽ വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ആൾക്കാർ ഡ്രസ്സിൽ തുടച്ചുകൊണ്ട് പോകേണ്ടി വരും, അത് വേണ്ട. അപ്പോൾ എന്തായാലും വെള്ളമുണ്ട്, റിപ്പോർട്ടിങ്. അടുത്ത് നമുക്ക് പാത്രങ്ങളുണ്ടോ എന്ന് നോക്കാം. പാത്രങ്ങളുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനും പാത്രങ്ങളിൽ ചോറൊക്കെ കോരി കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ പാത്രങ്ങളുണ്ട്, റിപ്പോർട്ടിങ്. ഇവിടെ ഇരിക്കാനായിട്ട് കസേരയും ചെയറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും റിപ്പോർട്ടിങ്. നമ്മളൊന്ന് ഇരുന്ന് നോക്കി, നല്ല സുഖം. കൊള്ളാം. അപ്പോൾ എന്തായാലും അതും റിപ്പോർട്ടിങ്. ഓൾ സെറ്റ്. ഇത് കണ്ടോ ഗൈസ്? റാഗി ലഡു ആണ് ഉണ്ടാക്കുന്നത്. റാഗി ലഡു നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? റാഗി ലഡു നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഈ റാഗി ലഡു. ഇത് ഇവിടുത്തെ കർഷകർക്ക് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഹൗ ടു മേക്ക് റാഗി ലഡു എന്നൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങി ഗൈസ്. ഇവിടെ നമുക്ക് ഒരു 80ഓളം കർഷകർ വന്നിട്ടുണ്ട്. എല്ലാവരും കർഷകരാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് കുറേ പേര് വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഈ NSS ഹാളിൻ്റെ അപ്പുറവും ഇപ്പുറവും വീടൊക്കെ ഉള്ളവരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നവരുടെ എല്ലാവരുടെയും പേരും വിവരമെല്ലാം നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയൊന്നും പേരൊന്നും എഴുതുവാങ്ങില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നമ്മളേതോ ലോക്കൽ സെറ്റപ്പ് ആണെന്ന്. അതുകൊണ്ട് നമ്മളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ്, ചായ വന്നിട്ടുണ്ട്, കടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉച്ചത്തേക്കുള്ള ചോറ്, സാമ്പാർ, കൂട്ടാൻ, അങ്ങനെ എല്ലാത്തരം സാധനങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തോ ഹെവി ചാപ്പാടാണ്. ഇനി നമുക്ക് കർഷകർക്ക് ചായയും പഴംപൊരിയും കൊടുക്കണം. എനിക്ക് ഈ പഴംപൊരി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വീക്ക്നെസ്സാണ്. ഞാൻ ഭയങ്കര ജങ്ക് ഫുഡ് തീറ്റയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ രതീശൻ നമുക്കും കിട്ടാതിരിക്കില്ല. നമുക്കെന്തായാലും നോക്കാൻ കിട്ടുമെന്ന്. നമ്മുടെ ചായയൊക്കെ ഇവിടെ എല്ലാവരും എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർക്കൊന്ന് കൊടുത്തു നോക്കട്ടെ, നമുക്ക് ബാക്കി വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ നമ്മൾ കുറേ നേരം കാത്തിരുന്ന്. പക്ഷേ ആ നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കി ഗൈസ്. രതീശും ബാക്കിയില്ല, ചായയും ബാക്കിയില്ല, നമ്മൾ അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. എല്ലാം ഖതം ഹോഗയാ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മളങ്ങനെ പുറത്ത് ചാടി. ഭയങ്കര ചൂടാണ് ഗൈസ്, സഹിക്കാൻ പറ്റുന്നില്ല. അത് പോയിട്ട് ഞാനിന്ന് ഇട്ടുകൊണ്ട് വന്നതോ വെള്ള ഊട്ടി. വെള്ള കളറ് സൺലൈറ്റ് ഭയങ്കരത്തിൽ അബ്സോർവ് ചെയ്യും. ഞാനിവിടെ നിന്ന് ചുട്ട് പഴുക്കുവാണ്.
ഞാനിങ്ങനെ പുറത്തിട്ട് ഇറങ്ങിയതിൻ്റെ മെയിൻ കാര്യം എവിടെന്നെങ്കിലും കുറച്ച് വെള്ളം കിട്ടുമെങ്കിൽ വാങ്ങി കുടിക്കാനാണ്, കുറച്ച് തണുത്ത വെള്ളം. അങ്ങനെ നമുക്ക് കുറച്ച് തണുത്ത വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കുടിച്ചപ്പോഴത്തേക്കും ഞാൻ കുറച്ചൊന്ന് കൂളായി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മളെ ആ ഫസ്റ്റ് കണ്ട തോട് കണ്ടത്. തോട് കണ്ടിട്ട് തോട്ടിൽ ഇറങ്ങാത്തത് വളരെ മോശമാണ്. അതുകൊണ്ട് നമ്മൾ പയ്യെ ഇറങ്ങി. ഞാൻ പക്ഷേ വെള്ളത്തിൽ നിന്ന് ഇറങ്ങില്ല കേട്ടോ. ഈ വീഡിയോ എൻ്റെ അമ്മയും അച്ഛനും കാണുമ്പോഴത്തേക്കും അവരുടെ ഹാർട്ട് ബീറ്റ് കൂടും. ഞാൻ ഒറ്റയ്ക്ക് തോട്ടിലേക്ക് ഇറങ്ങിയെന്ന് പറയുമ്പോൾ അതൊന്നും ഇല്ല, സീനൊന്നും ഇല്ല, ഇതൊരു ചെറിയ തോടാണ്. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ചെറുതായിട്ടൊന്ന് കാല് നനച്ച്. പക്ഷേ നമ്മുടെ പട്ടി ബ്രോ ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങി, വെള്ളത്തിൽ കൂടെ ഇറങ്ങി അപ്പുറത്തൊക്കെ പോവുകയാണ്. എന്തായാലും കൊള്ളാം, നമ്മൾ ഇറങ്ങിയില്ലെങ്കിലും നമ്മുടെ ഒരു മിത്രം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും തിരിച്ചു പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടെ കർഷകരുമായിട്ട് പിള്ളേർ സംബന്ധിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ പോയി 1-2 പേരെടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും അവരുടെ പ്രശ്നം എപ്പോൾ ഫുഡ് കിട്ടുന്നതാണ്. കാരണം അവർ വന്നത് തൊഴിലുറപ്പിൻ്റെ ഇടയിൽ വന്നതാണ്, ആരൊക്കെയോ വിളിച്ചിട്ട്. ഉച്ചയ്ക്ക് പോയി ഫോട്ടോ എടുത്ത് ഒപ്പിട്ടാലേ അവർക്ക് ഇന്നത്തെ പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ തരാമെന്ന്. അങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കാനുള്ള തത്രപ്പാടായിരുന്നു. ഫുഡിന് വേണ്ടി വിളിച്ചപ്പോഴത്തേക്കും കല്യാണ വീട്ടിൽ പോലും കാണാത്ത അത്രയും തിരക്ക്. ഞാൻ ഈ ഫോൺ പിടിച്ചോണ്ട് അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് തട്ടിയിടാത്തത് ഭാഗ്യം. സംഭവം നമ്മൾ സാവധാനത്തിൽ വിളമ്പാനൊക്കെ റെഡിയായിട്ട് നിന്നതാണ്. പക്ഷേ ഫുഡായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഇടിച്ചു കയറൽ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, നമ്മളെല്ലാവർക്കും നല്ല സന്തോഷത്തോടെ തന്നെ വിളമ്പി കൊടുത്തിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞ് ശാന്തമായിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും ബാക്കിയില്ല. ചോറെല്ലാം കഴിഞ്ഞു, സാമ്പാർ കഴിഞ്ഞു. ഇനി അവിടെ ഉള്ളത് കുറച്ച് അച്ചാറും പിന്നെ പായസമാണ്. എന്തായാലും കൊള്ളായിരുന്നു സംഭവം, നല്ല കളറായി. അങ്ങനെ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിൽസ് കൗണ്ടറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, അതായത് കുറച്ച് വിത്തും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് വിത്തൊക്കെ നോക്കിയിട്ട് ഞാൻ കുറച്ച് വെണ്ട വിത്തും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി. ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ വീട്ടിലില്ലായിരുന്നു. എന്തായാലും വന്നതല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാം. നമ്മുടെ സെയിൽസ് കൗണ്ടറിനെ നമുക്കൊന്ന് സഹായിക്കണ്ടേ. അങ്ങനെ ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം ശുഭം. ഇനി നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് കോളേജിലോട്ട്. പിള്ളേർ കോളേജിലോട്ടും ഞാൻ പോകുന്ന വഴിക്ക് ഇറങ്ങും, കാരണം ഞാൻ ഡേ സ്കോളറാണ്. അപ്പോൾ എന്തായാലും ഞാൻ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. സംഭവം ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് വീഡിയോ അല്ലേ ഗൈസ്. പക്ഷേ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കണ്ടന്റുകളായിട്ട് ഇനിയും വരും. അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.